കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ 26ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിരിക്കുന്നത് തികഞ്ഞ വാഗ്മി, മികച്ച പാർലമെന്റേറിയനും തനതായ രാഷ്ട്രീയത്തിൽ അതുപോലെ പൊതുജീവിതത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളതുമായ പറയുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും വ്യക്തതയുള്ള ആരാധ്യനായ നേതാവ് ബഹുമാനപ്പെട്ട കൊല്ലം പാർലമെന്റ് അംഗം ശ്രീ എൻ പീതാംബർ അവരുടെ ഹോമിയോപ്പതി വകുപ്പിന്റെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഡോക്ടർ കെ ജമുന, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അതുപോലെ പ്രിയങ്കരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി വി ഹേമകുമാരി, ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷാജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രസാദ് ഉമ്മൻ ജോർജ്, ഹോമിയോപ്പതി കോഓപ്പറേറ്റീവ് ഫാർമസിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി സന്തോഷ്, ഡോക്ടർ മുഹമ്മദ് ഹനീഫ, അദ്ദേഹം നമ്മുടെ സംഘടനയുടെ ആദ്യത്തെ സംസ്ഥാന ട്രഷറർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ 22 വർഷങ്ങളായി സർവീസിലുണ്ടായിരുന്നിട്ടും എനിക്ക് പെട്ടെന്ന് റീകലക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പ്രതിനിധികളെ, കുടുംബാംഗങ്ങളെ, മുൻ ഭാരവാഹികളെ, ഡിഎംഒമാരെ, ഓഫീസർമാരെ, പത്രപ്രതിനിധികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ അസോസിയേഷൻ എക്കാലവും എപ്പോഴും പറയാറുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഹോമിയോപ്പതിക്ക് സ്ഥാപനങ്ങൾ വേണം എന്നുള്ള ആ ഒരു ഡിമാൻഡ് ഈ UDF ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് 80 പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയതിന് UDF ഗവൺമെന്റിന് ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. നമുക്ക് ഈ സംസ്ഥാന സമ്മേളനം വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെ പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം കാഴ്ചവെക്കാൻ സാധിക്കും, അതുപോലെ എങ്ങനെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കും, അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഇൻഫ്രാസ്ട്രക്ചറുടെ അഭാവങ്ങൾ എന്തൊക്കെയാണ്, ആ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ സാധിക്കുക, അതിനുള്ള പോംവഴികൾ എന്തൊക്കെയാണ്, അതുപോലെ ഒഴിവുള്ള തസ്തികകൾ, ധാരാളം ഒഴിവുള്ള തസ്തികകളുണ്ട്, അത് എങ്ങനെ നികത്താൻ പറ്റും, അതിനുള്ള മൊഡാലിറ്റീസ് എന്തൊക്കെയാണ്, കൂടാതെ യോഗ്യരായ പാരാമെഡിക്കൽ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യണം, അത്തരം കാര്യങ്ങൾ, അതുകൂടാതെ സേവന വേതന വ്യവസ്ഥകൾ, ഇതൊക്കെ പറഞ്ഞാലും ഡോക്ടർമാർക്ക്, ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് മാന്യമായിട്ടുള്ള സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടാകണം എന്നുള്ളത് എത്രയോ കാലങ്ങളായി നമ്മുടെ ഡിമാൻഡാണ്. നമുക്കറിയാം, സംസ്ഥാന ജനറൽ സെക്രട്ടറി കാത്തിരിക്കുകയാണ്. ഏതൊരു സർവീസ് സംഘടനയുടെയും ഒരു സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാന നേതാക്കളോ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുവാൻ സാധിക്കണം, കർത്തവ്യ വീര്യം, കർത്തവ്യ ബോധം ഉണ്ടായിരിക്കണം. പക്ഷെ കൂട്ടത്തിൽ മാന്യമായിട്ടുള്ള മറ്റുള്ള ആരോഗ്യവകുപ്പിലെ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരൊക്കെ അവർക്ക് കിട്ടുന്ന പരിഗണന ഒരു കാരണവശാലും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് കിട്ടാതെ പോകരുത്. നമുക്കറിയാം, കഴിഞ്ഞ ശ്രദ്ധയിലേക്ക് പറയാം, ഞാൻ തമിഴ്നാട് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 7ാം ശമ്പള കമ്മീഷൻ വരെ അലോപ്പതി ആയുർവേദ ഹോമിയോ വിഭാഗങ്ങൾ തുല്യമായിട്ടുള്ള ശമ്പള സ്കെയിലുകൾ ഉണ്ടായിരുന്നു. ശമ്പള സ്കെയിലുകളാണ്. ശമ്പളം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം അത് മറ്റുള്ള അലവൻസുകളൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അത് തീർച്ചയായിട്ടും അലോപ്പതി വിഭാഗത്തിന് അർഹതപ്പെട്ടതാണെങ്കിൽ കൊടുക്കുക തന്നെ വേണം. പക്ഷെ സ്കെയിലുകൾ തമ്മിൽ 8ാം ശമ്പള കമ്മീഷൻ ഒരു സ്കെയിൽ ഉയർത്തി കൊടുത്താൽ കഴിഞ്ഞ ഇപ്പോൾ വന്നിരിക്കുന്ന 9ാം ശമ്പള കമ്മീഷൻ 2 സ്കെയിൽ ഉയർത്തി കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ അവർ ആവശ്യപ്പെട്ടില്ല, രാവിലെ സമരം ചെയ്താൽ വൈകിട്ട് ചർച്ചയ്ക്ക് വിളിക്കും, അത് ചോദിക്കുന്നതെല്ലാം കൊടുക്കുകയാണ്. അങ്ങനെ അലവൻസുകൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ സ്കെയിലുകൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടേ പോയാൽ വിവിധ മറ്റുള്ള സമാന തസ്തികൾ തമ്മിലുള്ള ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഇന്നത്തെ ഈ പരിപാടി, നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആ വാക് സ്വാതന്ത്ര്യം കേട്ട് ആസ്വദിക്കണം. അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഇവിടെ വന്നപാടെ എന്തൊക്കെയാണ് ഇതിനുള്ള വിഷയങ്ങൾ എന്ന് ജനറൽ സെക്രട്ടറിയോട് എന്നോട് ചോദിച്ചു. ഞങ്ങൾ ഒരു നോട്ട് തയ്യാറാക്കി റെഡിയാക്കി വച്ചിരിക്കുന്നു അദ്ദേഹം ഒന്ന് വായിക്കാൻ വേണ്ടി. വളരെ പെട്ടെന്ന് അദ്ദേഹം സ്റ്റഡി ചെയ്തു. നല്ല നല്ല ആശ്വാസ വാക്കുകൾ അദ്ദേഹത്തിന് വാക്കിൽ നിന്ന് ഉണ്ടാകാൻ പറ്റുന്ന ശുഭപ്രതീക്ഷയിൽ എല്ലാ ആശ്വാസങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.